നമ്മൾ ഈ റീലിൽ അഭിനയിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നതും സിനിമയും തമ്മില് എന്താ ശരിക്കും ഒരു വലിയ വളരെ ഡിഫറൻസ്? വ്യത്യാസമുണ്ട്. മറ്റേ നമ്മൾ സ്വന്തം കണ്ടന്റില്ലേ, നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് തന്നെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാം. സിനിമ അങ്ങനെയില്ല. പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഡയറക്ടർക്ക് അഭിപ്രായം അനുസരിച്ചുകൊണ്ട് നമ്മളെ ക്യാരക്ടറിൽ മാറ്റം വരുത്തിക്കൊണ്ട് പോകേണ്ട മേഖലയാണ് സിനിമ. അവിടെ നമ്മൾ ആ ഒരു തമാശകളി പോലത്തെ സാധനം സിനിമ ശരിയാവില്ല. സീരിയസ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു 7 വർഷത്തില് ദാസേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരാള് ശരിക്കും ഭയങ്കരമായിട്ട് മോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ, പല രീതിയിൽ. ഏതൊക്കെ രീതിയിലായിരിക്കും? കാരണം അന്ന് ചെയ്ത കണ്ടന്റുകളും ഇപ്പൊ ചെയ്യുന്ന കണ്ടന്റുകളും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. അത് ഏതൊരു പോയിന്റിലായിരിക്കും അത് ശരിക്കും നമുക്ക് ട്രാക്ക് മാറ്റണം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ 2 വർഷത്തോളമായിട്ട് മൂവി എന്ന് പറഞ്ഞാൽ എനിക്ക് അതിലേക്ക് താല്പര്യം വന്ന സമയത്ത് നല്ല നല്ല കണ്ടന്റുകൾ, ഓൺ കണ്ടന്റുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സിനിമയിലെ കാര്യങ്ങൾ എടുത്ത് ചെയ്യല്ല, ഓൺ കണ്ടന്റുകൾ ഏതൊക്കെ രീതിയിൽ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഞങ്ങളുടെ ടീം തന്നെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിക്കൊണ്ട് ആ രീതിയിൽ ഇപ്പൊ എന്റെ ലാസ്റ്റ് കണ്ടന്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്ത് പോകാനാണ് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത്. പണ്ടത്തെ പോലെ റീൽസ്, പാട്ട്, സിനിമയിലെ പാട്ട് വെച്ച് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യുക, ഓൺ കണ്ടന്റുകൾ ചെയ്യുക. അത് ജനങ്ങളുടെ മനസ്സിൽ ഇടനേരുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോഴേ പണ്ടത്തെ കണ്ടന്റുകളൊക്കെ ജഡ്ജ് ചെയ്യാറുണ്ടോ സ്വന്തമായിട്ടിരുന്ന്? 100%. എന്താ തോന്നണേ ആദ്യം ചെയ്തിരുന്ന വീഡിയോ? അതായത് എനിക്ക് തോന്നുന്നു ഒരു 3000 അടുത്ത് വീഡിയോസ് ഇൻസ്റ്റാഗ്രാം മാത്രം ചെയ്തിട്ടുണ്ട്, റീൽസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മുകളിൽ താഴോട്ട് ഇങ്ങനെ ഇടയ്ക്ക് സ്ക്രോൾ ചെയ്ത് പെർബോട്ട് പോകുമ്പോൾ കുറെ കാര്യങ്ങളാകുമ്പോൾ ഇത് ഞാൻ തന്നെയാണോ? അല്ല, അതല്ല, അത് അതിനെ കൊണ്ടൊക്കെ മോശമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാലും കുറെ ചേഞ്ച് വന്നിട്ടുണ്ട്, നമ്മുടെ ലൈഫിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, നമ്മളെ വർത്താനത്തില്, സ്വഭാവത്തില്, അഭിനയത്തിലൊക്കെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് എനിക്ക് ഗുണകരമായിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമകൾ തന്നെ വിളിക്കുന്നുണ്ട് അഭിനയിക്കാനൊക്കെ. അത് ആ ചേഞ്ച് കൊണ്ടായിരിക്കാം എനിക്ക് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അന്നത്തത് വെച്ച് നോക്കുമ്പോഴേ ഇത്ര വേണ്ടായിരുന്നു, ഇച്ചിരി പൊടിക്ക് കുറയ്ക്കായിരുന്നു എന്നൊരു ചിന്ത തോന്നാറുണ്ട്. ഇപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴേ ഏറ്റവും ഒരു ശരി ഇതിനെ കാണണ്ട എന്ന് മാറ്റി വെക്കുന്ന വീഡിയോസ് ഉണ്ടോ? ഞാൻ ഡാൻസ് പഠിച്ച ആളൊന്നല്ല, അറിയാലോ. അപ്പൊ നമുക്ക് സ്വതസിദ്ധമായ ശൈലിയിൽ നമ്മൾ കുറെ പ്രകടനങ്ങളെ കാഴ്ചവെക്കാറുണ്ട്. അതൊക്കെ ഇപ്പം കാണുമ്പം, പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അവരെ കുറ്റം പറയില്ല. അവരെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ ആ സമയത്ത് ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട്, അന്നത്തെ സംഗതി കുറച്ച് ഓവറല്ലേ, കുറച്ച് കുറയ്ക്കാമായിരുന്നില്ല എന്നൊക്കെ തോന്നാറുണ്ട്. ലേശം. ഇപ്പൊ ഈ ഒരു സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഈ 2 വർഷത്തെ ഗ്യാപ്പിന് തൊട്ട് മുന്നേ തൊട്ടുള്ള സമയങ്ങളിൽ തന്നെ ദാസേട്ടൻ ആ ട്രാക്ക് മാറ്റി തുടങ്ങിയിരുന്നു. അത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? കാരണം കുറച്ചും കൂടി സിനിമാറ്റിക് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തു തുടങ്ങിയിരുന്നു. ആ സമയത്ത് ചേട്ടൻ്റെ കൂടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ചെയ്യപ്പെട്ടവരിൽ നിന്ന് പെട്ടെന്നൊരു ഡ്രിഫ്റ്റ് ആയിരുന്നു. അതെങ്ങനെയാണ് ശരിക്കും അതുണ്ടായത്? അതായത് നല്ല നല്ല ആദ്യം ചെയ്തതെന്ന് കുറെ മാറ്റം വരുത്താൻ വിചാരിച്ചത്, ഞാൻ സിനിമകളിലൊക്കെ 2-3 നല്ല സമയമാണ് എൻ്റെ ഫസ്റ്റ് മൂവി അമർലുവിൻ്റെ. സിനിമകളിൽ അഭിനയിച്ച് വന്ന ഒരു ഘട്ടത്തില് ആ സിനിമകൾ അഭിനയിക്കുന്ന ആളാകുമ്പോൾ കുറച്ചൊക്കെ ചേഞ്ച് വരുത്തുമെന്ന് വിചാരിച്ച് എൻ്റെ സുഹൃത്തുക്കൾ കുറെ ആൾക്കാരുടെ ഉപദേശിക്കുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യുക ദാസേട്ട നന്നാവും. അങ്ങനെ ഒരു കൂട്ടം സുഹൃത്ത് വലയങ്ങളിലെ വികാരം മനസ്സിലാക്കി എനിക്കും മാറ്റം വരണമെന്ന് വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് മാറ്റിയത്. ഈ ട്രോൾസ് ഒക്കെ ഒരുപാട് ആദ്യം വന്നിട്ടുണ്ടല്ലോ, അതില് കുറവാ. ഇപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ട്രോൾസ് വരൂല. അതെ, അന്ന് ട്രോളുകൾ കുറെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് നല്ലതായപ്പോ അത് മെയിൻ ആയിട്ടുള്ള കാര്യം, കുറവായിരിക്കും. അന്ന് ട്രോളുകളിൽ ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന ഏതെങ്കിലും ട്രോൾസ് ഉണ്ടോ? അന്ന് അങ്ങനെ മനസ്സിൽ നിൽക്കാൻ അറിയുമ്പോ ഒക്കെ ട്രോൾ തന്നെ ആയിരുന്നു. വ്യത്യാസമൊന്നുമില്ല. അന്ന് ഇപ്പൊ നമ്മളെ കുറെ ആൾക്കാർ, ഇപ്പത്തെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല റീച്ചിൽ. ഇപ്പത്തെ അവരൊക്കെ തുടക്കകാലത്ത് എന്റെ ട്രോൾ അവർക്ക് കുറെ ഗുണകരമായിട്ടുണ്ട്, എന്നെ ട്രോൾ ചെയ്തിട്ട്. പിന്നെ അവരുടെ പേരുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പത്തെ കുറെ ആൾക്കാരൊക്കെ അന്ന് എന്റെ കുറെ ട്രോൾ ചെയ്തിട്ട് അവർക്ക് കയറാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പം അന്ന് എന്റെ ഡാൻസ് കളി തന്നെ ഒരു പ്രത്യേക സ്റ്റൈലില്, ഒരു നമ്മളെ ഇതില്ലേ, നമ്മളെ ഷോക്കപ്സർ പോലെയൊക്കെയാണ് എന്റെ ചാട്ടങ്ങളൊക്കെ. അതൊക്കെ പൂർണ്ണമായിട്ട് യൂട്യൂബിൽ അതുപോലെ തന്നെ ട്രോളുകളിൽ വന്നിട്ടുണ്ട്. അന്ന് എനിക്കൊരു കൊറോണ സമയത്താണത്. പാലാ സജിയായിട്ടുണ്ടായിരുന്നു, പാലാ സജിയായിട്ടും ദാസേട്ടനും കോഴിക്കോട്. ഈ 2 വ്യക്തികൾ നോർത്തും സൗത്തും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതായത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തതാണ്, 2 സൈഡ് ഭരിച്ചുകൊണ്ട്. ഇപ്പൊ ഈ 2 ആൾക്കാർ ഓരോ ദിവസം ഇടുന്ന റീലുകൾ, ഓരോ ദിവസം ഇടുന്ന കണ്ടന്റുകൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഭയങ്കര ട്രോളായി എടുത്ത് അവർ റീച്ച് ആക്കിയിട്ടുണ്ട്. അതായത് നമ്മളെ ഈ ഒറ്റയ്ക്ക് പറന്ന് പന്തലിക്കാൻ കഴിയില്ല, മരത്തിനെ ചുറ്റിപ്പറ്റി ചില ബോട്ടണിയിലൊക്കെ പഠിച്ചിട്ടില്ലേ, ചില അതേപോലെയാണ്. ഞാൻ അവരെ കുറ്റം പറയില്ല. അങ്ങനെ രീതിയിലേക്ക് ഞങ്ങൾ ചെയ്ത കണ്ടന്റുകൾ അവർക്ക്
ഗുണകരമായിട്ടുണ്ട്. അവരൊക്കെ ഇപ്പം വലിയ വലിയ യൂട്യൂബേഴ്സ് ആയി മാറിയിട്ടുണ്ട്. അവരുടെ പേരെന്ന് ഞാൻ പറയും. ഇതിങ്ങനെ ഓരോരുത്തർക്ക് നമ്മള് ചോറാവുമ്പോഴേ അതെ. നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞൊരു ഇന്റർവ്യൂല്, അതിനു മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂല് അതിനെ പറ്റി സംസാരിച്ച് ആ. 55ഓളം സ്ത്രീകൾക്കാണ് ആ. ഞാനൊരു പുതിയൊരു വഴി ഒരുക്കി കൊടുത്തതെന്ന്. ഈ കണക്ക് കറക്റ്റ് ആണോ? അല്ല, അതായത് 50ഓളം ആൾക്കാർ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. അപ്പം ധാരാളം ആൾക്കാർ ഇപ്പം ഒരാൾ ദിലീപേട്ടന്റെ പവി കെയർടേക്കിൽ നായികയായിട്ട് വന്നിട്ടുണ്ട് കുട്ടി. പിന്നെ 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 ഒരു വൈറലായത് രേണുസുധി. രേണുസുധീനെ എൻ്റെ റീൽസിൽ കൂടെ വന്ന് ഞാനാണ് വിളിച്ചത്. രേണു വന്നിട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാർ അങ്ങനെ ഒരുവിധ ആൾക്കാരൊക്കെ നല്ല ശ്രീലക്ഷ്മി വന്നിട്ടുണ്ട്. ശ്രീലക്ഷ്മി എൻ്റെ റീലിൽ കൂടെ വന്ന കുട്ടിയാണ് ശ്രീലക്ഷ്മി. അങ്ങനെ ഇപ്പോഴും കുറെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവർക്കൊക്കെ എന്താ എന്നെ സംബന്ധിച്ച് എൻ്റെ സൗന്ദര്യം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാരൊന്നല്ല. എൻ്റെ കൂടെ നിന്ന റീച്ചുള്ള ഒരാളാണ് ഞാൻ. റീച്ചുള്ള ആളാകുമ്പോൾ കൂടെ നിന്ന് റീച്ച് വന്ന് സ്വാഭാവികമായി അവർക്ക് വളരാനുള്ള ഒരു വഴി ഉണ്ടായിരിക്കും. അങ്ങനെ സിനിമകളിലൊക്കെ രേണു ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഇപ്പം. പിന്നെ നേരത്തെ പറഞ്ഞ കുട്ടി പവി കേട്ടേക്കിൽ അഭിനയിച്ചു. എൻ്റെ ആൽബത്തിൽ എൻ്റെ കൂടെ നായികയായിട്ട് വന്ന കുട്ടിയാണ്. അങ്ങനെ കുറെ ആൾക്കാർ ഷോർട്ട് ഫിലിമുകൾ വെബ് സീരീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഒരു സന്തോഷമാണ്. എന്നോട് പല ആൾക്കാരും ചോദിക്കുന്നത് ആ വെബ് സീരീസിൽ കണ്ട കുട്ടി ദാസറിന്റെ കൂടെ റീൽ ചെയ്ത കുട്ടിയല്ലേ? അതെ. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ രേണുസുധിക്ക് ഒരു പുതിയൊരു തീർച്ചയായും 100%. പിന്നെ ഞാനും രേണുസുധി ഇപ്പൊ 2 ദിവസം മുമ്പ് ആൽബം ചെയ്തിട്ടുള്ളൂ. മന്ദാരച്ചേരി ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ 2 ദിവസം മുന്നേ. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അപ്പൊ നമുക്ക് എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ എന്നെ അങ്ങനെ മറക്കൂല, അതെനിക്ക് ഉറപ്പുണ്ട്. ആരാണെങ്കിലും വന്ന് ഇപ്പൊ രേണു പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ശ്രീലക്ഷ്മി പറയാറുണ്ട് ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ റീൽ ചെയ്തിട്ട് വന്നിട്ടൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ആരും എന്നെ ഇട്ടേച്ച് പോയിട്ടില്ല. അതായത് ഏതൊരാളാണെങ്കിലും 2 വർഷം കഴിഞ്ഞ് കാണുകയാണെങ്കിൽ ആ ദാസേട്ടാ എന്താ സുഖം തന്നെയല്ലേ ഓർമ്മ. ആ സൗഹൃദം എപ്പോഴും അവരായിട്ട് എനിക്ക് തുടരാൻ കഴിയുന്നുണ്ട്. അത് ഈ സോഷ്യൽ മീഡിയയില് പക്ഷെ രേണുസുധിയും ദാസേട്ടനും തമ്മിൽ അടിച്ച് പിരിഞ്ച് അതൊക്കെ വെറുതെ ട്രോളുകളല്ലേ. അത് നേരത്തെ പറഞ്ഞില്ലേ, ട്രോളുകളാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞാനും ശ്രീലക്ഷ്മി നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ രേണുസുധി നല്ല സുഹൃത്തുക്കളാണ്. എല്ലാവരും ഇപ്പൊ ശ്രീലക്ഷ്മിയും രേണുസുധിയും ഒരു കോൾഡ് വാർ പോലെ നമ്മള് കാണാറുണ്ട്. അപ്പൊ ഇവരുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിട്ട് നിൽക്കുമ്പോ അതൊരു എന്നെ സംബന്ധിച്ച് രണ്ടുപേരും എന്റെ നല്ല ഫ്രണ്ട്സ് ആണ്. ഇപ്പം ബാക്കി വിഷയങ്ങളൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. എന്താണെന്നും അവരോട് തന്നെ ചോദിക്കും. അപ്പം ചേട്ടനും രേണുസുധിയും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല? എന്ത് പ്രശ്നം? ഞങ്ങളിപ്പോ ലേറ്റസ്റ്റ് ആൽബത്തിന്റെ കുറെ കട്ട് ഷോട്ടുകളൊക്കെ ഇപ്പോഴും മന്ദാരച്ചേരി. പിന്നെ അതൊക്കെ വെറുതെ പറയാ. ശരിക്കും ഇങ്ങനെ ചേട്ടന്റെ റീലിലൂടെ അല്ലെങ്കിൽ സിനിമാറ്റിക് ചാന്ത് കുടഞ്ഞൊരു ആ സമയത്ത് വിവാദം എന്നൊക്കെ നമുക്ക് പറയാം. വിവാദമായ ഒരു അതിൽ നിന്ന് ഇന്നത്തെ രേണുസുധീനെ ചേട്ടൻ കാണുമ്പോഴേ ഒരു ഡിഫറൻസ്. ഇപ്പം അന്നത്തെ അതിന് വന്ന ആളും ഇപ്പൊ കാണുന്ന. അതെ, ഞാൻ പറയല്ലോ, ഫെബ്രുവരി 19 ഞങ്ങളെ ചാന്ത് കുടഞ്ഞ റീൽ ഇറങ്ങിയത്. പറഞ്ഞല്ലോ, ഫെബ്രുവരി 19 ഇറങ്ങിയിട്ട് ഓഗസ്റ്റ് മാസത്തിൽ ബിഗ് ബോസ് കയറി രേണുസുധി. ബിഗ് ബോസിൽ രേണുസുധിക്ക് കയറാൻ സഹായകമായ പല ഘടകങ്ങളും അവളെ വളർച്ചയിലും അവളെ റീലുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു വെറൈറ്റി സിനിമാറ്റിക് ലെവലിൽ റീൽസിലേക്ക് ഞാൻ വിളിച്ചു, രേണു വന്നു. ഞാൻ ഒരിക്കലും രേണു വരുമെന്ന് പ്രതീക്ഷിച്ചേ ഇല്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്ഷിപ്പുള്ള ആളാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഗതി ചെയ്യുന്നുണ്ട്, രേണു താല്പര്യമുണ്ടോ? ആ ചേട്ടാ വരാം. വന്നു, പാട്ട് സെലക്ട് ചെയ്തു. ഈ പറഞ്ഞ പാട്ട് സെലക്ട് ചെയ്തിട്ടല്ല രേണുവിനെ വിളിക്കുന്നത്. അത് പ്രത്യേക പോയിന്റ് ആണ്. റീല് ചെയ്യാനാണ് രേണുവിനെ വിളിക്കുന്നത്. പിന്നെ രാവിലെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എൻ്റെ കാറിൽ ഈ FM ഈ പാട്ട് കേട്ടു, ചാന്ത് കുടഞ്ഞൊരു. അങ്ങനെ ഡിസ്കസ് ചെയ്തു. രേണു ഓക്കെ, ഡിബിന്റെ പണം ക്യാമറമാനും ഡിസ്കസ് ചെയ്തു. അങ്ങനെ സെറ്റായ സാധനമാണ്. പിന്നെ പാട്ട് സെറ്റ് ആക്കിയിട്ടല്ല റീൽ ചെയ്യാൻ വിളിച്ചത്. റീല് ചെയ്യാൻ ഓക്കെ പറഞ്ഞ ശേഷമാണ് ഞങ്ങൾ പാട്ട് സെലക്ട് ചെയ്തത്.